ഈ മമ്മൂക്ക എങ്ങനെ സിനിമ കാണാൻ പരിചയമായിട്ടുള്ള രീതിയിലാണോ എന്തോ രാജവിഷയം അങ്ങനെയാണോ എന്താ ചെയ്യുന്നത്? നേരിട്ട് സംസാരിക്കാറുണ്ടോ? നേരിട്ട് കാണുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പുള്ളി നോക്കിയിട്ട് പറയുന്നത്. എന്താടാ വയറ് കൂടിയല്ലോ, വയറ് ചാടിയല്ലോ, എൻ്റെ വയറിലോട്ട് നോക്കും. പിന്നെ അതൊക്കെ പുള്ളിയുടെ ശ്രദ്ധ. പുള്ളി ഒരു എന്താ പറയുക, ശരിക്കും അദ്ദേഹം ഒരു പ്രിൻസിപ്പൾ, ലാലേട്ടൻ ഒരു പ്രൊഫസർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുള്ളി ഹെൽത്തിലും മറ്റു സംഭവം എല്ലാം ഒരു ഓവറോൾ ഒരു ഇതാണ്. പുള്ളി നമ്മളെ കാണുമ്പോഴും നോക്കും, നമ്മൾ പോലും അറിയാതെ നമ്മളെ വീക്ഷിക്കും. ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഫസർ എങ്ങനെയാണോ പുള്ളിക്കാരൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇടപെട്ട് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് അങ്ങനെ പോകുന്ന പോലെ. എനിക്ക് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശമാണ്. ഈ രണ്ട് സ്ട്രെങ്തുകൾ ഇങ്ങനെ രണ്ട് തൂണുകൾ മലയാള സിനിമയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയും അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതും. ഒരുപാട് ഗുണങ്ങൾ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും സൂപ്പർ സ്റ്റാറുകളാവത്തില്ലല്ലോ. ഇതിനകത്ത് ഈ പറഞ്ഞ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ആൽമരം ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കിളികളും ഒരുപാട് പിന്നെ എന്താണ് ജീവജാലങ്ങൾ അതിനകത്ത് ഇരിക്കുന്നത് പോലെയാണ് നമ്മുടെ ഈ രണ്ട് സംഘടനയുടെ ഈ രണ്ട് ബലങ്ങളെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കലാകാരന്മാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഒരു നോട്ടം എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോകത്തില്ലായിരുന്നു ഈ ഒരു കലാകാരൻ. ആ നോട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. എപ്പോഴും നോട്ടം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇടയ്ക്ക് ചെന്ന് നിൽക്കാറുണ്ട്. ഇപ്പോഴൊക്കെ ഇപ്പം ഞാൻ ഇനിയും വീണ്ടും സജീവമായിട്ട് ഇറങ്ങാൻ, എൻ്റെ ഒരു ചെറിയ സർജറി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് ഞാനും ഒന്ന് കൂടെ ഒക്കെ പോയി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ചെയ്തുകൊണ്ട് വന്ന അന്നത്തെ സംഭവം ഞാൻ എൻ്റെ ഒരു മിമിക്രിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് ഒരാളെ അനുകരിക്കുമ്പോൾ ശബ്ദം മാത്രമല്ല ഞാൻ അനുകരിക്കും, ആ കഥാപാത്രം. ഇപ്പം നരേന്ദ്രമോദി ആയി കഴിഞ്ഞാൽ മോദിജിയുടെ ബോഡി ലാംഗ്വേജ് വരെ ഞാൻ ചെയ്തിട്ട് ഇഷ ലൈല എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന കമൽ സാർ എന്നെ വിളിച്ചിട്ട് ജയറാമേട്ടനെ കൊണ്ട് എൻ്റെ അടുത്ത് അഭിനന്ദനം അറിയിച്ചു. കാര്യം നമ്മളെ മേരി പ്യാരി ദേശവാസിയോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ വിരലെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ വിരൽ തുമ്പിൽ വരെ നിങ്ങൾ അദ്ദേഹത്തിനെ ഒബ്സർവ് ചെയ്തിരിക്കുകയാണെന്ന് എന്നോട് കമൽ സാറ്, കമൽഹാസൻ. അവിടെ ദുബായിൽ വെച്ചിട്ട് അബുദാബിയിലെ ഷോയ്ക്ക് ഇഷല്ലയിലയുടെ ഭയങ്കര ഷോ നടക്കുന്ന അവിടെ ഞാൻ, കോട്ടൻ നസീർ, എല്ലാവരും ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ ഒരു പ്രോഗ്രാം ചെയ്തപ്പം ജോൺ ബ്രിട്ടാസേട്ടൻ ഇത് കണ്ടിട്ട് ഞങ്ങളത് പറഞ്ഞു, ഈ ഐറ്റം നമുക്ക് അവിടെ ഒന്ന് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് പുള്ളി എന്നെ ഇത് ചെയ്തു, കോട്ടൻ നസീറുമായിട്ട് പ്ലാൻ ചെയ്തോ എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഇവിടെ ചെയ്തപ്പോഴത്തേക്ക് ഗംഭീര ഇതാണ്. അതിപ്പോഴും ഇതിനകത്ത് കിടപ്പുണ്ട്, ചാനലിൽ കിടപ്പുണ്ട്. അപ്പം അദ്ദേഹത്തിന് ഞങ്ങൾ തർജിമ ചെയ്യുന്നൊരു കോമഡിയാണ്. അതെ, അദ്ദേഹം അപ്പോൾ എന്നോട് വേറെ കാര്യം സംസാരിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം എൻ്റെ അടുത്ത് പറയാം, ഐ ഓൾസോ ഡൺ പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് ഓഫ് അമേരിക്ക ജോർജ് ഡബ്ല്യു ബുഷിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു രാത്രി മൊത്തം ഇരുന്ന് മേക്കപ്പ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്തത്. എന്നിട്ട് രാവിലെ ആകുമ്പോഴാണ് ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. നിങ്ങൾ ഈ ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ പെട്ടെന്ന് പോയി ഒരു ഇത്ര സെക്കൻഡിനകത്ത് നിങ്ങൾ മൻസൂർ അലിഖാനായിട്ട് എൻ്റെ അടുത്ത് ഇവിടെ സ്റ്റേജിലേക്ക് മാറുകയാണ്. ഹൗ ക്യാൻ യു ഡു ദിസ്? ഇത്ര ഫാസ്റ്റായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു? ഐ ലൈക്ക് മിമിക്രി ആർട്ടിസ്റ്റ് സോ മച്ച്. ரொம்ப പിടിച്ചിരിക്കാங்க. ജയറാമേട്ടനാണ് എന്നെ കൊണ്ടുപോയി അവിടെ നിർത്തിയതും. അദ്ദേഹം പിന്നെ ഞാൻ SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ പാട്ട് പാടി അനുകരിച്ചപ്പോഴും പുള്ളി ഇരുന്ന് ഇങ്ങനെ താളം പിടിച്ചപ്പോഴത്തേക്ക് സ്ക്രീനിൻ്റെ അടുത്ത് കാണിച്ചപ്പം ആ സ്റ്റേഡിയം മൊത്തം ഇങ്ങനെ ആരവമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവരുടെയൊക്കെ ഒരൊറ്റ നോട്ടം, ഒരൊറ്റ വിഷ്വസ് മതി കോടാനുകോടി ആൾക്കാരുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥന കിട്ടാൻ. അല്ല, പ്രതീക്ഷ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ഈ പറഞ്ഞ പോലെ ലക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം നമുക്ക് അത് വന്നു ചേരുന്നതായിരിക്കും. നമ്മൾ ഒരുപാട് ചിലർ ഭയങ്കര പരിശ്രമം നടത്തുന്ന ആൾക്കാർക്ക് ചിലപ്പം ജീവിതാവസാനം വരെ ലോട്ടറി എടുത്തിട്ട് അടിക്കാത്ത ആൾക്കാരുണ്ടാവും. ശരിയല്ലേ? എന്നിട്ടും അവർക്ക് ഭാഗ്യമില്ല എന്നുള്ള സംഭവം. ഭാഗ്യമല്ല ഇത്, ചിലത് വന്നു ചേരുന്നതായി. ദിലീപേട്ടനോട് അഭിനയിച്ചിട്ടുണ്ട്, മമ്മൂക്കാടോട് അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടനോട് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല, ആഗ്രഹമുണ്ട്. പിന്നെ തമിഴിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കാതലൻ യാരടി. അതിൽ ഞാനൊരു പാട്ടും പാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നണി ഗായകനായിട്ടുണ്ട്. നല്ലൊരു പാട്ടാണ്. അത്യാവശ്യം ഇപ്പോഴും യൂട്യൂബിൽ
കാതലൻ യാരടി അടിച്ചു നോക്കി, അതിനകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, പാട്ടും പാടിയിട്ടുണ്ട്. നോക്കട്ടെ